താങ്ക് യു സോ മച്ച്. നമ്മൾ കേട്ടു, നമുക്ക് ഇവർക്കൊക്കെ പറയാനുള്ളത് എന്താണെന്നുള്ളത് കേട്ടു ഇല്ലേ? ഇനി നമുക്കിവിടെ ആശംസകളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മുടെ മാളികപ്പുറം മൂവിയുടെ ഡയറക്ടർ അഭിലാഷ് ഏട്ടനുണ്ട്, റൈറ്റർ. സോ അഭിലാഷ് ഏട്ടനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നല്ലൊരു കൈയടി. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു മറിയോ ഷൂട്ടിലായിട്ട് കുഴപ്പമില്ല, അത് കാണില്ല. എൻ്റെ പേര് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് സന്തോഷമുണ്ട്. നാവും പൊന്നായിരിക്കട്ടെ. വലിയ സന്തോഷമുണ്ട്. കാരണം അംജിദ്ക്ക ഇനിയും മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത് തേരിമേരി തൊഴിൽ പടത്തിൻ്റെ പൂജയുടെ സമയത്താണ്. ഒരുപാട് സംസാരിച്ചു. ഇവിടെ ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും സന്തോഷം എൻ്റെ അസോസിയേറ്റഡ് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ അതൊരു ഇപ്പം വിഷുവിന് ഇറങ്ങാൻ പോകുന്നത് കേട്ടു. വലിയ സന്തോഷം. അത് മെയ് 8-ാം തീയതി വെക്കണ്ട, കാരണം വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ എപ്പോഴും വിജയിക്കണം. അത് ഏത് വലിയ പടങ്ങളോട് ചെറിയ പടങ്ങളോട് വെച്ചാലും വിജയിക്കണം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പം ഈ സിനിമ റോംകോം എന്നുള്ള സിനിമ ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാര് സിനിമയിലേക്ക് കടന്നു വരുന്നു. അപ്പം എനിക്ക് വലിയ റെസ്പെക്ട് തോന്നുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരുടെ അടുത്ത്. കാരണം ഒരു വഴി കാണിച്ചു കൊടുത്താൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കത്തുള്ളൂ. ഇതേപോലെ 7-8 വർഷം സിനിമയ്ക്ക് വേണ്ടി നടന്ന് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ലൈഫിലെല്ലാം മാറ്റി വെച്ച് നടന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ സംവിധായകൻ അത് പറയുന്നത് കേട്ടപ്പം എനിക്ക് എന്നെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു വേദി എനിക്ക് വലിയ വലിയ ഓർമ്മകൾ തമ്മിലുള്ള വേദിയാണ്. മാളികപ്പുറത്തിൻ്റെ 100-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്ത വേദിയാണിത്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവരും ഓർമ്മ കിട്ടിയത്. അപ്പം ആ വേദിയിൽ മറ്റൊരു പടത്തിൻ്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ മറ്റൊരു പടത്തിൻ്റെ ലോഞ്ചിന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും ചെറുപ്പക്കാർ നാളെ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാവട്ടെ. ഒപ്പം ഇങ്ങനെ ചെറുപ്പക്കാരെ വെച്ച് പടം ചെയ്യാൻ ധൈര്യപ്പെടുത്ത പ്രൊഡ്യൂസർമാർക്ക് രണ്ടുപേർക്കും വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം വെച്ചാൽ ഇത് ഭാവി മലയാള സിനിമയിലേക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഈ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് വേണം. അപ്പം ഇതിൽ ആരൊക്കെയാണ് നാളെ വലുതാവുന്നത്, ആരൊക്കെയാണ് മലയാളം കടന്ന് മറ്റ് ഭാഷകളിൽ പോയി ഞെട്ടിക്കാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇവർക്ക് എല്ലാവർക്കും ആശംസകൾ. പിന്നെ റൈറ്റർ അത് പ്രൗഡ് മൊമെന്റ് ആണ്. ഒരു പടം റിലീസ് ആവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പടത്തിന്റെ പൂജ അങ്ങനെ സന്തോഷിക്കുന്ന ആളുകളാണ്. ഒരേ ദിവസം എൻ്റെ 2 പടങ്ങളുടെ പൂജ വെച്ചിട്ടാണ് മലയാള സിനിമയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ നല്ലതാണ് കേട്ടോ, അതൊക്കെ നന്നായി വരുത്തുന്നു. പിന്നെ സംവിധായകനും ആശംസകൾ. ആദ്യ സിനിമയാണ്, ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാം പുതിയ ആളുകളാണ് അഭിനയിക്കുന്നല്ലേ. അപ്പം എല്ലാവർക്കും ആർക്കെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും ആശംസകൾ. ബാധക്കൊക്കെ വന്നിരിപ്പുണ്ട്, നിങ്ങളൊക്കെ ബാധക്കണമെന്ന് പറയുക. അടുത്ത പടത്തിൽ നിങ്ങളെ വിളിച്ചോളൂ കേട്ടോ. എന്തായാലും നന്ദി. പിന്നെ തേരിമേരിക്ക് ആശംസകൾ. എവിടെ തേരിമേരിക്ക് ആശംസകൾ. അത് പെട്ടെന്ന് പൂർത്തിയായി ഇറങ്ങട്ടെ. അപ്പം അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരു വലിയ സിനിമയാണ്.